ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. FC ബാഴ്സലോണയും റയൽ മാഡ്രിഡും തമ്മിലുള്ള മറ്റൊരു ഫൈനൽ മത്സരം കൂടി ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുകയാണ്. സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ കലാശ പോരാട്ടത്തിലാണ് എൽ ക്ലാസിക്കോ മത്സരം നമുക്ക് കാണാൻ സാധിക്കുക. വരുന്ന ഞായറാഴ്ച അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ജിദ്ദയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. ഒരു തീപാറും പോരാട്ടമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇതേക്കുറിച്ച് റയലിൻ്റെ ഗോൾ കീപ്പറായ തിബൌട്ട് കോർട്ടുവ സംസാരിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ സീസണിൽ 2 ഫൈനൽ മത്സരങ്ങൾ FC ബാഴ്സലോണയോട് തങ്ങൾക്ക് പരാജയപ്പെടേണ്ടി വന്നു. ആ ഒരു കടം തീർക്കണം എന്നാണ് കോർട്ടുവ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബാഴ്സക്കെതിരെ ഫൈനൽ മത്സരത്തിൽ ഞങ്ങൾക്ക് എന്തായാലും വിജയിക്കണം. കാരണം കഴിഞ്ഞ വർഷം 2 ഫൈനലുകളാണ് ഞങ്ങൾ അവരോട് പരാജയപ്പെട്ടത്. അതിൽ നിന്നും പുറത്തു വന്ന് ഞങ്ങൾക്ക് ടോപ്പിലേക്ക് എത്തേണ്ടതുണ്ട്. ലീഗിലെ എൽ ക്ലാസിക്കോയിൽ അവർ ഞങ്ങളോട് പരാജയപ്പെട്ടു. അപ്പോൾ അവരും പ്രതികാരം ആഗ്രഹിക്കുന്നുണ്ടാകും. ഏറ്റവും മികച്ച രൂപത്തിൽ ഫൈനൽ മത്സരത്തിലേക്ക് ഞങ്ങൾ എത്തേണ്ടതുണ്ട്. ഇതാണ് തിബൌട്ട് കോർട്ടുവ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ സീസണിൽ ലീഗിൽ നടന്ന മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് FC ബാഴ്സലോണയെ പരാജയപ്പെടുത്താൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. അതിനുള്ള പ്രതികാരം തീർക്കാൻ ബാഴ്സലോണയും ആഗ്രഹിക്കുന്നുണ്ടാകും എന്നാണ് തിബൌട്ട് കോർട്ടുവ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഫൈനലിനെ കുറിച്ച് റയലിന്റെ പരിശീലകനായ സാബി അലോൺസോ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: ലാലിഗയിൽ നടന്ന എൽ ക്ലാസിക്കോ മത്സരം പോലെ ആയിരിക്കില്ല ഇത് തീർത്തും വ്യത്യസ്തമായിരിക്കും. കാരണം ഇതൊരു ഫൈനലാണ്. കിരീടം നേടാനുള്ള ഒരു സുവർണാവസരമാണ് ഞങ്ങളുടെ മുന്നിൽ കൈവന്നിരിക്കുന്നത്. ഞങ്ങൾ വളരെയധികം ആവേശഭരിതരാണ്. ഇതാണ് റയലിന്റെ പരിശീലകനായ സാബി അലോൺസോ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഒരു കടുത്ത പോരാട്ടമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത്ലറ്റിക് ക്ലബിനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബാഴ്സ വരുന്നത് എന്ന് പറയുമ്പോൾ മികച്ച ഫോമിലാണ് അവരിപ്പോൾ കളിക്കുന്നത്. അതേസമയം അത്ലറ്റിക്കോ മാഡ്രിഡിനെ 1-2 ഗോളുകൾക്കായിരുന്നു റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.